അങ്ങനെ കേരളം കാത്തിരുന്ന അൺബോക്സിങ് കഴിഞ്ഞു. നമ്മുടെ നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയെ പുറത്തെത്തിച്ചു. പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞു. സ്വാഭാവിക മരണമാണെന്നൊക്കെ പ്രാഥമിക കണ്ടെത്തലുകൾ വന്നു. ഇനിയിപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു മതത്തെയും വന്ന ചിലയിലും നിന്ദിക്കരുത്. അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കട്ടെ. സമാധിയുടെ സത്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇനിയിപ്പം മീഡിയാസ് എല്ലാം കൂടെ വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ ക്രൂശിക്കരുത്, വീട്ടുകാരെ ഇങ്ങനെ ക്രൂശിക്കരുത്. അതുപോലെ കോമഡി റീൽസും എപ്പം തുറന്നാലും ഇപ്പോൾ അവരെ ഇങ്ങനെ വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണേ. ശരിക്കും അതൊക്കെ ഒരു മോശമല്ലേ? ഇത് പലരും ഉണ്ടല്ലോ ഒരു മതത്തിൻ്റെ ഒരു ഇതായിട്ട് മാത്രം എടുത്തേക്കുവാണേ. കളക്ടർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ചുള്ളനായി, അതല്ലേലും ഇപ്പം കാണാറുന്ന അങ്ങനെയൊക്കെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും മതം വെച്ച് തമ്മിത്തല്ലല്ല ഈ ഒരു സമാധിയുടെ പേരിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരവരുടെ വിശ്വാസത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവരുടെ വിശ്വാസപ്രകാരം എന്തൊക്കെയോ ചെയ്ത് തല്ലിക്കൊന്നു എന്നൊക്കെ ആയിരുന്നു പറയുന്നത്. ഇപ്പം സ്വാഭാവിക മരണമാണെന്ന് തെളിഞ്ഞല്ലോ. അപ്പം അത് തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനി ഒത്തിരി സമാധി ഉണ്ടായേനെ, അത് വേറെ കാര്യം. എന്താണേലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരെ ഇങ്ങനെ വലിച്ചു കയറിയിട്ട് ഒരു കാര്യവുമില്ല. അവരെയും കൂടെ നശിപ്പിച്ച് കളയാമെന്നേ ഉള്ളൂ. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നശിപ്പിച്ച് കളയാമെന്നേ ഉള്ളൂ. വേറെ ഒരു ഗുണവും അതുകൊണ്ടില്ല. വെറുതെ ഇതിൻ്റെ പുറകെ കുറേ മതം വെച്ചിട്ട് തമ്മിൽ തല്ലാനായിട്ട് നമ്മുടെ നാട്ടിൽ വേറെ കുറേ പേര്. എന്ത് പറ്റിയാലും മതത്തെ അങ്ങോട്ട് വെച്ച് തമ്മിൽ തല്ലല്ല. അതാണ് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഇതിൽ അങ്ങനെ ആയിപ്പോയതായിരിക്കും. അവരെ ശരിക്കും കൗൺസിൽ ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം കാര്യങ്ങൾ. ഇങ്ങനെ വലിച്ച് ക്രൂശിക്കുകയല്ല ചെയ്യേണ്ടത്. ഇനിയിപ്പം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റപ്പെടുത്തി, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ കോമഡി റീൽസ് കുറേ അങ്ങനെ വരും, മീഡിയാസ് കുറേ അങ്ങനെ ക്രൂശിക്കും. ശരിക്കും അതൊന്നും അല്ല വേണ്ടത്. അവരെ കൗൺസിൽ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി പതിയെ പതിയെ അവരുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് തന്നെ അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഇനിയിപ്പം അവരെ ക്രൂശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവരെയും കൂടെ മാനസികമായിട്ട് തളർത്തി കളയാമെന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ കൂടുതൽ വലിച്ചു കയറാതെ അവരെ സപ്പോർട്ട് ചെയ്യാനും, സമാധി സപ്പോർട്ട് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, മാനുഷികതയെ പരിഗണിച്ച് അവരെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് വെച്ചാൽ ഒരു ബോഡി, അതായത് ഒരു ബോഡി പാർട്ടിനെ പോലും അതുപോലെ ബഹുമാനിച്ച് സംസ്കരിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ കല്ലറ പൊളിച്ച് അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് അറിയേണ്ടത് നിയമപരമായിട്ട് ആവശ്യം തന്നെയായിരുന്നു. പക്ഷേ ഇനിയും മുന്നോട്ട് അവരെ ഇങ്ങനെ ക്രൂശിക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അതിന് നമ്മുടെ ഗവൺമെൻറ്റും ആശാ വർക്കേഴ്സും ഒക്കെ മുന്നിട്ട് ഇറങ്ങണം. അതിനുള്ള പ്രത്യേക കൗൺസിലേഴ്സിനെയൊക്കെ റെഡിയാക്കി അവരെ കൗൺസിൽ ചെയ്ത് അവരുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് തന്നെ അവരെ ഇതിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മളെല്ലാം മുൻകൈ എടുക്കണം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ഒന്ന് പറയാമോ?